അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ 12ാമത്തെ ചാപ്റ്ററായ സിലാ ബീൻതിയിലിരിക്കാം എന്ന ചാപ്റ്ററാണ്. ഒരു കവിതയാണ്. ഏകാന്ത് ശ്രീവാസ്തവ് എന്ന ഒരു പ്രമുഖ കവി, ഹിന്ദിയിലെ ഒരു പ്രശസ്തനായ കവി എഴുതിയ ഒരു കവിതയാണ്. ഇവിടെ പടത്തിൽ നിന്ന് നമുക്ക് കാണാം, ഒത്തിരി പെൺകുട്ടികളിരുന്ന് പാടങ്ങളിലിരുന്ന് നെൽക്കതിരുകൾ പറക്കുന്നു. അതുതന്നെയാണ് പാടത്തിൻ്റെ പേരും. സിലാ ബീൻതിയിലിരിക്കാം, നെൽക്കതിർ പെറുക്കിയെടുക്കുന്ന പെൺകുട്ടികൾ. ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ പാടത്തിലേക്ക് കടക്കാം. धान कटाई के बाद काली खेतों में वे रंगीन चिड़ियों की तरह उतरती है. എന്താണ് ധാൻ കടായി കെ ബാത്ത്, കൊയ്ത്തിന് ശേഷം കാലി കേത്തോമേം വേ രംഗീൻ ചിടിയോം കി തരഹ് ഉതർത്തി ഹെ. എന്താണ് ഒഴിഞ്ഞു കിടക്കുന്ന പാടങ്ങളിൽ വർണ്ണാഭമായ പക്ഷികളെ പോലെ അവർ പറന്നിറങ്ങുകയാണ്. ഇവിടെ തരഹ് എന്നൊരു വാക്കുണ്ടോ, അവിടെ പെൺകുട്ടികളെ പക്ഷികളെയായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. ചിത്രത്തിൽ നമുക്ക് കാണാം, ഇവിടെ പക്ഷികൾ നെൽക്കതിർ കൊണ്ടുപോകുന്നത് പോലെ പെൺകുട്ടികൾ തങ്ങളുടെ ജീവിതം തരണം ചെയ്യാൻ വേണ്ടി അവർ അവരുടെ ജോലി ചെയ്യുകയാണ്. ബാക്കി നോക്കാം. സിലാ ബീനിനെ ചുടുക്കി ചുഡ് ഓർ ഏക കേത്ത് സെ ദൂസരി കേത്ത് മേ മുടുത്തി ഫിർത്തി ഹെ. എന്താണ് സിലാബീനിന് നെൽക്കതിരുകൾ പറക്കിയെടുക്കാൻ വേണ്ടി അവർ ഒറ്റയ്ക്കല്ല, കൂട്ടം കൂട്ടമായി, ചുടുക്കി ചുട്ടെന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായി, ഏക കേത്ത് സെ ദൂസരി കേത്ത് മേ മുടുത്തി ഫിർത്തി ഹെ. ഒരു വയലിൽ നിന്ന് മറ്റൊരു വയലിലേക്ക് വർണ്ണാഭമായ പക്ഷികളെ പോലെ അവർ പറന്നിറങ്ങുകയാണെന്നാണ് ഈ വരികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പെൺകുട്ടികൾ കൊയ്ത്തിന് ശേഷം ഒഴിഞ്ഞു കിടക്കുന്ന പാടങ്ങളിലേക്ക് പക്ഷികളെ പോലെ, വർണ്ണാഭമായ പക്ഷികളെ പോലെ കൂട്ടം കൂട്ടമായി ഒരു വയലിൽ നിന്ന് മറ്റു വയലിലേക്ക് പറന്നിറങ്ങുകയാണെന്നാണ് ഈ ഒരു വരി പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫ്. ധൂപരാജ് ഹോ വിഷ്ണു ഹോ ഗിയ നാഗ കേസർ വേ രംഗ് ഓർ ഖുഷ്ബു സേ ഉന്ഹേം പഹചാൻ ലേതാ ഹൈ. ധൂപരാജ് ആയിക്കോട്ടെ, വിഷ്ണു ഭോഗ് ആയിക്കോട്ടെ, നാഗകേസർ ആയിക്കോട്ടെ, ഇവയെല്ലാം പലതരത്തിലുള്ള നെല്ലിനങ്ങളാണ്. ധൂപരാജ് എന്ന് പറയുന്നതും വിഷ്ണു ഭോഗ് എന്ന് പറയുന്നതും ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും വിളയ്ക്കുന്ന ഒരു നെല്ലിനമാണ്. നാഗകേസർ എന്ന് പറഞ്ഞാൽ ഒരു ഔഷധ സസ്യമാണ്. ഇവയുടെ നിറത്താലും അതേപോലെ തന്നെ അവയുടെ മണത്താലും, ഖുഷ്ബു എന്ന് പറഞ്ഞാൽ മണത്താലും ഉനേം പഹചാൻ ലേതേ ഹെ, അവയെ മനസ്സിലാക്കിയെടുക്കും ഈ പെൺകുട്ടികൾ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം, അത്രയും എക്സ്പേർട്ടാണ്, അത്രയും പരിചയമുള്ളവരാണ്. അവരുടെ ഈ ജോലിയിൽ അത്രയും ആത്മാർത്ഥത, കൃതജ്ഞത എല്ലാം അവർ അർപ്പിച്ചിരിക്കുകയാണ്. അതിനാലാണ് അവർക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തേർഡ് പാരഗ്രാഫ്. दोपहर पर फैलती रहती है पीली धूप में उनकी हंसी और गुनगुनाहट. दोपहर എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ സമയം അല്ലെങ്കിൽ ഉച്ച സമയം എന്നാണ് പറയുന്നത്. ഉച്ച സമയത്ത് പരന്നു കിടക്കുന്നു പീലി ധൂപമേ മുൻകി ഹസി. പീലി എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം എന്നാണ് അർത്ഥം. ആ മഞ്ഞ നിറത്തിലെ വെയിലിൽ അവരുടെ ഹസി ഓർ ഗുൻഗുനാഹട്ട്, അവരുടെ ചിരിയും അതേപോലെ തന്നെ ഗുൻഗുനാഹട്ട് എന്ന് പറഞ്ഞാൽ മൂളിപ്പാട്ടും അവിടെ പടർന്നു കിടക്കുകയാണെന്ന്. ഉച്ച സമയം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത സമയമാണ്, എഫോർട്ടുകൾ കൂടുതൽ കൊടുക്കത്തില്ല. ആ സമയത്തും ചിരിയോടെയും അതേപോലെ തന്നെ മൂളിപ്പാട്ടുകളോടെയും സന്തോഷത്തോടെ തന്നെ അവിടെ കഴിയുകയാണെന്നാണ്, അല്ലെങ്കിൽ അവരുടെ ജോലിയോട് അത്രയും ആത്മാർത്ഥത അവർ പ്രകടിപ്പിക്കുന്നു എന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത്. ഫോർത്ത് പാരഗ്രാഫ്. ഉൻകെ ബാലോ മേ ഹസത്തെ രഹത്തെ ഹെ കനേർ കെ ഫുൽ. കനേർ എന്ന് പറഞ്ഞാൽ അരുളിപ്പൂവെന്നാണ് അർത്ഥം. അവരുടെ മുടിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അരുളിപ്പൂ. ഹസത്തെ രഹത്തെ ഹെ കനേർ കെ ഫൂൽ. ആ ഒരു അരുളിപ്പൂ അവരുടെ മുടികളിലിരുന്ന് ചിരിച്ചുകൊണ്ട് ആ ഒരു വെയിലെത്തിയിരിക്കുകയാണ്. ഓർ ഏക് ഗുലാബി രോഷ്നി ഉൻകെ ചെഹരെ മേ ഫഡ്കർ ഫൈൽത്തി രഹത്തി ഹെ ധർത്തി പർ. എന്നിട്ട് ഒരു റോസ് നിറത്തിലുള്ള ഒരു പ്രകാശം അവരുടെ മുഖത്തിലൂടെ പൊട്ടിമുളയ്ക്കുന്നു. ഭൂമി മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുന്നു. ഗുലാബി രോഷിനി എന്ന് പറഞ്ഞാൽ റോസ് നിറത്തിലുള്ള പ്രകാശം ചെഹരെ പർ ഫൂഡ് കർ ഫേൽത്തി രഹത്തെ ഹെ. ആ ഒരു റോസ് നിറം ഭൂമിയിൽ പൊട്ടിമുളയ്ക്കുകയാണ്. എവിടെ നിന്ന്? അവരുടെ
മുഖങ്ങളിൽ നിന്ന്. ജബ് ചുക്കിനെ ലഗത്തെ ഹേ നിൻകെ കന്ദേ ഓർ ഉനേ ലഗാതാ ഹേ കി ഇത്തനി ബാലിയോം സേ ഹി ജായേഗാ തയാർ ഏക് ജൂൻ കെ ലിയേ ബഡ്കി ഫർഫാത്തെ വേ ലൗട്ട് ജാത്തി ഹേ കർ. എന്താണ് സന്ധ്യാസമയം ചുക്കിനെ ലഗത്തേഹി എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയമാവുമ്പോൾ അവർക്ക് എന്താണ് തോന്നും, ഇത്രയും കതിരുകൾ കൊണ്ട് ഒരു നേരത്തേനുള്ള ആഹാരം ആയി എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാത്രം നിറഞ്ഞു എന്ന് തോന്നുമ്പോൾ അവർ എന്താണ് തിരിച്ച് വീട്ടിലേക്ക് എന്താണ് പോകുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് അവരുടെ അന്നന്നത്തെ അന്നത്തിനായിട്ടാണ് അവരുടെ ജോലികൾ ചെയ്യുന്നത്. ഇങ്ങനെ സിലാബീൻ തേഹി നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്നത് അവരുടെ അന്നന്നത്തെ ഭക്ഷണത്തിനായിട്ടാണ്. അപ്പോൾ ഒന്നും കൂടെ ആ ഒരു പാരഗ്രാഫ് പറയാം. ഉൻകെ ബാലോമേ ഹസത്തെ രഹത്തെ ഹേ കനേർ കെ ഫൂൽ, അവരുടെ മുടിയിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന അരുളിപ്പൂവും അതേപോലെ തന്നെ ഗുലാബി രോഷിനി, ഒരു റോസ് നിറത്തിലുള്ള പ്രകാശവും. രോഷിനി എന്ന് വെച്ചാൽ പ്രകാശം എന്നും മറ്റൊരു സമാനാർത്ഥമാണ്. ഉൻകെ ചെഹരെ സെ ഫൂട്ട് കർ ഫേൽത്തി രഹത്തെ ഹേ ധർത്തി പർ, അവരുടെ മുഖത്തിലൂടെ ഫൂട്ട് കർ ഫേൽത്തി രഹത്തെ ഹേ പൊട്ടിമുളയ്ക്കുകയാണ് ഭൂമിയിലോട്ട്. ജബ് ചുക്കിനെ ലഗത്തെ ഹേ ദിൻകെ കന്തേ, എന്താണ് സന്ധ്യാസമയം ആയി എന്ന് മനസ്സിലാവുമ്പോൾ ഉറുനെ ലഗത്താഹി ഇത്തനി ബാലിയോം സേഹി ജായകി തയ്യാർ, ഇത്രയും എന്താണ് കതിരുകൾ കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങാം. ഏക് ജൂൻ കെ ലിയെ ബഡ്കി ഫർഫാത്തൂർ ലൗട്ട് ജാത്തി ഹേ കർ, ഒരു പാത്രം നിറഞ്ഞു അല്ലെങ്കിൽ അവർക്ക് അന്നന്നത്തെ അന്നത്തിനുള്ള ഭക്ഷണമായി എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ലാസ്റ്റ് ലൈൻ ഇച്ചിരി ഒന്ന് പാടാൻ ശ്രദ്ധിക്കണം. ജയ്സെ ചോഞ്ചു മാർക്കർ ഉഡ് ജാനെ കി ബാദ് ഫി ബഹുത് ദേർ തക് ഫരാ രഹതാ ഹേ, पानी में जलपांगी का संगीत काली खेतों में बहुत देर तक फरा रहता है उनके होना. എങ്ങനെയാണോ എന്താണ് ജലപക്ഷികൾ ജലത്തിൽ കൊത്തിയിട്ട് പോകുമ്പോൾ അവരുടെ ശബ്ദം ഒരു സംഗീതം പോലെ നിലനിൽക്കുന്നത്, അതുപോലെ എന്താണ് ഒഴിഞ്ഞു കിടക്കുന്ന വയലുകളിൽ ഒരുപാട് നേരത്തേക്ക് അവരുടെ സാന്നിധ്യവും അവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഈ വരികളിൽ നിന്ന് പറയുന്നത്. ജലപാങ്കി എന്ന് പറഞ്ഞാൽ വാട്ടർ ബേഡ്സ് അല്ലെങ്കിൽ ജലപക്ഷികൾ എന്നാണ്. ആ ഒരു ജലപക്ഷികളെയാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ആദ്യമേ ഉപമിച്ചിരിക്കുന്നത് എന്താണ് വർണ്ണാഭമായ പക്ഷികൾ. ഇവിടെ ജലപക്ഷികൾ എന്താണ് ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ വന്ന് കൊത്തുമ്പോൾ അവിടെ ഒരു ശബ്ദം ഉണ്ടാവും. ആ ഒരു ശബ്ദം സംഗീതം, അതേപോലെ തന്നെ ആ ഒരു സംഗീതം പോലെ തന്നെ എന്താണ് ഇവരുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം എന്താണ് അവിടെ നിലനിൽക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൊരു പാഠം വളരെ എളുപ്പമായി 4 മാർക്കോളം നേടാൻ സാധിക്കുന്നൊരു പാഠമാണ് എക്സാമിന്. ഇനി ഇതിൽ നിന്ന് വേണ്ട കുറച്ച് അർത്ഥങ്ങളാണ്. ഈ അർത്ഥങ്ങൾ നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സിലാബീന നെൽക്കതിർ പെറുക്കിയെടുക്കുക, ദാൻ കടായി കൊയ്ത്ത്, കാലിക്ക് തൊഴിഞ്ഞു കിടക്കുന്ന വയലുകൾ, രംഗീന് പല നിറത്തിലുള്ള ചിടിയ പക്ഷികൾ, ഉദർന ഇറങ്ങിത്തിരിക്കുക. അതേപോലെ തന്നെ ധൂപരാജ് എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള അരിയാണ്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര എന്നിവിടെ വിളയ്ക്കുന്നതാണ്. വിഷ്ണുഭോഗ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഒരു സുഗന്ധമുള്ള ഒരിനം അരി തന്നെയാണ്. നാഗകേസർ എന്ന് പറഞ്ഞാൽ ഒരു ഔഷധ സസ്യമാണ്, ഔഷധ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ്. ഇവയുടെ എല്ലാം നിറവും അതേപോലെ തന്നെ എന്താണ് സുഗന്ധം മണവും എല്ലാം അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പീലിധൂപ്പ് മഞ്ഞ നിറത്തിലുള്ള വെയിൽ, ഹസി ചിരി, ഗുൻഗുനാഹട്ട് മൂളിപ്പാട്ട്, കരേൻ എന്താണ് അരുളിപ്പൂവിനെയാണ് കനേരെന്ന് പറയുന്നത്. കനേരെന്നാണ്, ഇതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കനേരെന്നാണ്. ഗുലാബി രോഷ്നി റോസ് നിറത്തിലുള്ള പ്രകാശം, ഫൂഡിന പൊട്ടിപ്പുറപ്പെടുക, ദിൻകെ കന്തേ ചുക്കന സംസ്കാർ ഹോന സന്ധ്യയാവുക എന്നാണ്. ബാലി ധാന്യ കതിരുകൾ എന്നൊക്കെയാണ് ഈ അർത്ഥമെല്ലാം. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നെക്സ്റ്റ് ഈ പാഠത്തിൽ നിന്നുള്ള 4 സൈഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. കാലി കേത്തോമയം ലഡ്കിയാം ക്യോ മാതി ഹോഗി, ഒഴിഞ്ഞു കിടക്കുന്ന പാഠങ്ങളിലേക്ക് എന്ത് കാരണത്താലാണ് പെൺകുട്ടികൾ വരുന്നത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? കാലി കേത്തോമയം ലഡ്കിയാം സിലാബിന്നിനെ ചുടിച്ചുടാത്തി ഹേ, എന്താണ് നെൽക്കതിരുകൾ പറക്കിയെടുക്കാൻ വേണ്ടിയാണ് അവർ കൂട്ടം കൂട്ടമായി വരുന്നത് എന്ന് എഴുതിയാൽ അവിടെ 2 മാർക്ക് വീഴും.
ദാൻ കി പഹചാനെ കി ക്ഷമത ലഡ്കിയോം കോ കേസെ മിലി ഹോഗി. ധാന്യങ്ങളെ തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് എങ്ങനെയാണ് അവർക്ക് കിട്ടിയത്? എങ്ങനെയാണ് ആ കഴിവ്? സാലോം സേവേ ഹാം കർ രഹി ഹെ. ഈ ഒരു ജോലി അവർ വർഷങ്ങളായി ചെയ്യുന്നതാണ്. അതിനാലാണ് അവർക്ക് നിറങ്ങളാലും അതേപോലെ തന്നെ ഖുശ്ബുവും മണത്താലും അവർക്ക് നെല്ലിനങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. 3. പീലിയ ധൂപ് में उनकी हंसी और गुनगुनाहट इन पंक्तियों का लड़कियों के जीवन का इस संबंध है. എന്ന് വെച്ചാൽ വെയിലുള്ള സമയത്തും എന്താണ് അവരുടെ ആ ഒരു പുഞ്ചിരിയും അതേപോലെ തന്നെ മൂളിപ്പാട്ടും അവിടെയെല്ലാം പടർന്നു കിടക്കുന്നു. ഈ വരികളിൽ നിന്ന് കവി എന്താണ് ഉദ്ദേശിക്കുന്നത് പീലി ധൂപ് എന്നതിലൂടെ? എന്താണ്? കടി ധൂപ് മേ ഫീ ലഡ്കിയോം സിലാ ബീൻതേ സമയ ഹസത്തി ഓർ ഗുൻഗുനാത്ത രഹതാ ഹെ. അത്രയും വെയിലിലും അവരെന്താണ് പാട്ടുപാടുകയും പിന്നെ ചിരിക്കുകയും ചെയ്യുന്നു. സിലാ ബീനന ഉൻകെ ജീവൻ കാ ഹിസ്സാ ഹെ. എന്താണ്? നെൽക്കതിരുകൾ അല്ലെങ്കിൽ നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഉസേ ഫി വേ ബഹുത് ഖുശി സേ സാത്ത് സ്വീകാർ കർത്തേ ഹെ. അതിനെയും എന്താണ് വളരെ സന്തോഷത്തോടെ അവരുടെ ജീവിതത്തിനൊപ്പം എന്താണ് കൊണ്ടുപോകുന്നു. 4 എന്ന് പറയുമ്പോൾ ജലപങ്കിയോം കി ചോഞ്ച് മാർനെ ഓർ ലഡ്കിയോം കെ സിലാ ബീനനെ കെ ക്യാ സംബന്ധം. എന്താണ്? ജലപക്ഷികൾ എന്താണ് വെള്ളത്തിൽ കുത്തുന്നത് പോലെ ആ ഒരു പെൺകുട്ടികൾ ആ ഒരു പ്രദേശത്ത് നിൽക്കുന്നതുമായി സിലാബീനത്തെ എന്താണ് നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്നതുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ജലപങ്കിയോം പാനിമേ ചോഞ്ച് മാർക്കർ ഉൺ ജാനെ കി ബാദ് ഫി ഉൻക സംഗീത് വഹാം ഫരാരഹതാ ഹെ. എന്താണ്? ജലപക്ഷികൾ വെള്ളത്തിൽ കൊത്തിയിട്ട് പോകുന്നതിന് ശേഷവും എന്താണ് അവരുടെ ആ ഒരു സാന്നിധ്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഇസി പ്രകാർ ലഡ്കിയോം കാ കേത്ത് മേം സിലാ ബീനനെ ജാനെ കി ബാദ് ഫി ഉൻക വഹാം ഹോന ഫരാരഹതാ ഹെ. അതിനാലാണ് പെൺകുട്ടികൾ അവിടെ നിന്ന് പോയിട്ടും അവരുടെ ആ ഒരു സാന്നിധ്യം അവിടെ നിൽക്കുന്നത്. ജലപക്ഷി എന്ന് പറയുമ്പോൾ കൊക്ക് എന്ന് പറഞ്ഞ മൃഗങ്ങളുമായിട്ട് നമുക്ക് ഇവിടെ സാദൃശ്യപ്പെടുത്താൻ സാധിക്കും. അടുത്തൊരു സഹി മിലാൻ കരെ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആണ്. രംഗീൻ ചിടിയോം. നമ്മൾ പറഞ്ഞായിരുന്നു രംഗീൻ ചിടിയോമായിട്ട് ഇവിടെ വിശേഷിപ്പിക്കുന്നത് അവിടെ നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്ന പെൺകുട്ടികളെയാണ്. ഗുലാബി രോഷ്നി. ഗുലാബി രോഷ്നി എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ആ ഒരു പ്രകാശം, പ്രസന്നതയാണ്. അന്നേരം എന്താണ്? ഫൈൽത്തി, പ്രസന്നത. ചോഞ്ചു മാർന എന്ന് പറയുമ്പോൾ എന്താണ്? ചോഞ്ചു മാർന ഖാനേക്ക് തലാഷ്, ഭക്ഷണത്തെ അന്വേഷിക്കുന്നു. പീലി ധൂപ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ജീവിതത്തിൻ്റെ മൂർച്ചയാണ് വെളിപ്പെടുത്തുന്നത്. ജിന്ദഗി കാ തിക്കാപ്പൻ എന്ന് പറയുമ്പോൾ മൂർച്ച എന്നാണ് അർത്ഥം. ഇത് 4 മാർക്കിന് ചോദിക്കുന്നത്. നെക്സ്റ്റ്, ഇതിൽ ശരിയായിട്ടുള്ള ആശയം ഏതാണെന്ന് എടുത്തെഴുതുക. ദാൻ കടായിക്ക് സമയം ലഡ്കിയോം കേത്ത് മേ ആതി ഹെ. നെല്ല് കൊയ്തെടുക്കുന്ന സമയത്ത് പെൺകുട്ടികൾ പാടത്ത് വരുന്നു. അല്ലല്ലോ, നെല്ല് കൊയ്തെടുക്കുന്നതും എല്ലാം കൃഷി ചെയ്യുന്നതും എല്ലാം അവർ തന്നെയാണ്. അതിന് മുന്നേ അവരവിടെ ഉണ്ട്. അതുകൊണ്ട് അത് തെറ്റാണ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സിരാ ബീനനെ കെ ലിയെ ലഡ്കിയോം കേത്ത് മേ ആതി ഹെ. എന്താണ്? നെൽക്കതിരുകൾ പെറുക്കിയെടുക്കാൻ വേണ്ടിയാണ് പെൺകുട്ടികൾ എന്താണ് അവിടെ ആ പാടത്തേക്ക് വരുന്നത്. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത് ദോപഹർ ഹോനെ പർ ലഡ്കിയോം തക് ജാത്താ ഹെ. ഉച്ചയോടെ പെൺകുട്ടികൾ തളർന്നു പോകുന്നു. ഇല്ല, നമ്മളതിൽ പറഞ്ഞായിരുന്നല്ലേ. പീലി ധൂമുമേ ഉൻകി ഹസി ഓർ ഖുശ്ബും ഫെൽത്താ രഹതാ ഹെ. ആ ഒരു മഞ്ഞ നിറഞ്ഞ ആ ഒരു വെയിലിലും അവരുടെ ചിരിയും അതേപോലെ തന്നെ മൂളിപ്പാട്ടും നിറഞ്ഞു നിൽക്കുന്നു. അത് തെറ്റാം. ലഡ്കിയോം കെ ചെഹ്രേക്ക് ഗുലാബി രോഷ്നി ധർത്തി പർ ഫെൽത്തി ഹെ. എന്താണ്? പെൺകുട്ടികളുടെ ആ ഒരു മുഖങ്ങളിലേക്ക് പിങ്ക് വെളിച്ചം എന്താണ് ഭൂമിയിൽ പകരുന്നു. ശരിയല്ലേ? 5. ലഡ്കിയോം ദാൻ കോ പഹചാൻ മേ അസമർത്ത് ഹോത്താ ഹെ. എന്താണ്? ധാന്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ പാടുണ്ട് അല്ലെങ്കിൽ അറിയത്തില്ല എന്നാണ്. തെറ്റല്ലേ? അവരെന്താണ് അതിൻ്റെ മണത്താലും അല്ലെങ്കിൽ അതിൻ്റെ നിറത്താലും എല്ലാം അതിനെ മനസ്സിലാക്കിയെടുക്കുന്നു എന്നാണ്. ലൗട്ട്നെ കെ ബാദ് ഫി കേത്ത് മേ ലഡ്കിയോം കി ഉപസ്ഥിതി ഫരി രഹത്തെ. എന്താണ്? അവർ മടങ്ങിയതിന് ശേഷം അവരുടെ ആ ഒരു സാന്നിധ്യം ആ ഒരു വയലിൽ കാണപ്പെടുന്നു. ശരിയല്ലേ? കേവൽ 1 ജൂൺ കെ ബാല്യോം ലേക്കർ ലഡ്കിയോം കർ ലൗട്തികെ. 1 ജൂൺ എന്താണ്? 1 ജൂൺ നെല്ല് അവരെടുത്തുകൊണ്ട് അവരുടെ അന്നത്തേനുള്ളൊരു അന്നമായിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോകുന്നു. ശരി. അന്നേരം ഈ 4 പ്രസ്താവനയാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ്, ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ടിപ്പണിക്ക് നല്ലൊരു ചാൻസ് തന്നെ
ഈ ചാപ്റ്ററിൽ നിന്നുണ്ട്. ടിപ്പണി ചോദിക്കുകയാണെങ്കിൽ ഒരു കവിതയിൽ നിന്നായിരിക്കും. ആ ഒരു കവിത ഈ സിലാബീനത്തിൽ എടുക്കാമാവാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രീ ഏകാന്ത് ശ്രീവാസ്തവ് എന്താണ്? ഹിന്ദിയിലെ ഒരു സാഹിത്യക്ക് രംഗഭൂമി പ്രമുഖ്, ഹിന്ദി സാഹിത്യത്തിലെ വളരെ പ്രമുഖനായ ഒരു കവിയാണ്. ഉന്നോനെ അവരെന്താണ് കവിത എഴുതിയിട്ടുണ്ട്. നിബന്ധ്, അതേപോലെ തന്നെ ആലോചന, ആദി കി ക്ഷേത്രമേ അപ്പനി ക്ഷമത ദിഖായ ഹെ അവർ കവിത, നാടകം, രചന എന്നിങ്ങനെ പല വിഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ളൊരു മഹത്തായ ഒരു വ്യക്തിയാണ്. അനേക പുരസ്കാരവും സേ സമ്മാനിത് ഹെ, അനേകം പുരസ്കാരങ്ങളാൽ അദ്ദേഹം നന്ദിയുള്ളവനാണ്. ഉനക്ക് ഏക പ്രമുഖ കവിത ഹെ സിലാബീനത്തിൽ ലഡ്കിയ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രമുഖമായ ഒരു കവിതയാണ് നമ്മൾ പഠിക്കുന്ന സിലാബീനത്തിൽ ലഡ്കിയ. പ്രസ്തുത കവിത മേ ആജീവിക കെ ലിയെ സംഘർഷിത് കർനെ വാലി ലഡ്കിയോं का ചിത്രം ഹെ ദാരിദ്ര്യത്താൽ കഷ്ടപ്പെടുന്ന പെൺകുട്ടികളെയാണ് ഇവിടെ കാണിക്കുന്നത്. ശരിയല്ലേ? ദാൻ കടായി കെ ബാദ് കാലി ഖേത്തോं में रंगीन चिड़ियों की तरह സിലാബീനെ के लिए लड़कियां उतरती है. അത് ഒരു പാരഗ്രാഫ്, ഇത് സെക്കൻഡ്, ഇത് 3. ഇങ്ങനെ 3 പാരഗ്രാഫായിട്ടാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. 4 മാർക്കും ചോദിക്കുമ്പോൾ തീർച്ചയായും മാക്സിമം 3 പാരഗ്രാഫെങ്കിലും അതിൽ കാണണം. അപ്പോൾ ആദ്യത്തത് കവിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു കുഞ്ഞാശയമായിട്ട് എഴുതണം. 2 എന്ന് പറയുമ്പോൾ പൂർണ്ണ കഥാസന്ദർഭം അല്ലെങ്കിൽ കവിതാ സന്ദർഭം. 3 നമ്മളുടെ അഭിപ്രായം, കഥാസംഗ്രഹവും. ഇങ്ങനെയാണ് ടിപ്പണി എഴുതേണ്ട ഒരു രീതി. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് ദാൻ കടായി കെ ബാദ് കാലി ഖേത്തോं में रंगीन चिड़ियों की तरह സിലാബീനെ के लिए लड़कियां उतरती है. ദാൻ കടായിക്ക് സാത്ത് നെൽക്കതിർ പറക്കിയെടുത്തതിന് ശേഷം അവർ വർണ്ണാഭമായ പക്ഷികളെ പോലെ ആ പെൺകുട്ടികൾ അവിടേക്ക് ഇറങ്ങി ചെല്ലുകയാണ്, അടുത്ത വയലിലേക്ക്. വേ ചുടുക്കി ചുട്ടി ഏക്ക് കേത്ത് സേ ദൂസരി കേത്തുമേ ചെലുത്തിരകത്തേക്ക്. ഒറ്റയ്ക്കല്ല, കൂട്ടത്താൽ ഒരു വയലിൽ നിന്ന് മറ്റൊരു വയലിലേക്ക് പോവുകയാണെന്നാണ് പറയുന്നത്. ദോപഹാർ കി പീലി ധൂപമേ ഉൻകി ഹസി ഓർ ഗുൻഗുനാഹട്ട് ഫെൽത്തിരകത്തേക്ക്. ആ ഉച്ച സമയത്തും അവരുടെ ചിരിയും അതേപോലെ തന്നെ മൂളിപ്പാട്ടും അവിടെയെല്ലാം പടർന്നു കിടക്കുന്നു. ഉൻകി ചെഹരേ സെ ഗുലാബി രോഷ്നി ധർത്തി പർ ഫെൽത്തി ഹെ. അവിടെ മുഖങ്ങളിൽ നിന്നുള്ള ആ ഒരു റോസ് നിറത്തിലുള്ള പ്രകാശം ഭൂമിയിൽ പടരുന്നു, അല്ലെങ്കിൽ പൊട്ടിമുളയ്ക്കുന്നു. ഏക് വക്ത് കെ ലിയെ ബർത്തൻ ഫർ ഫാത് ഹോനെ സെ സംഖ്യാൽ മേ വേ അപ്പനെ കർലവിടത്തേക്ക്. ഒരു നേരത്തിനുള്ള ആഹാരം കിട്ടിയെന്നറിയുമ്പോൾ അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. സംഖ്യാൽ മേ വേ അപ്പനെ കർലവിടത്തേക്ക്. ഉൻകെ ജാനെ കി ബാദ് ഫി ജൽ പക്ഷിയോं की तरह खेतों में उनकी ഉപസ്ഥിതി ഫരീരകത്തേക്ക്. ജലപക്ഷികൾ അവിടെ വെള്ളം കുത്തിയിട്ട് പോകുമ്പോഴും അവരുടെ സംഗീതം അവിടെ പടർന്നു കിടക്കുന്നത് പോലെ പെൺകുട്ടികൾ പാടങ്ങളിൽ നിന്ന് പോകുമ്പോഴും അവരുടെ ആ ഒരു സാന്നിധ്യം അവിടെ കാണപ്പെടുന്നു. कविता में लड़कियों की संघर्ष और उनके जीवन के അനുഭവം को दर्शाया गया है. പെൺകുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെയും അവരുടെ ജീവിതത്തെയും അവരുടെ അനുഭവങ്ങളെയും എല്ലാമാണ് ഇതിലൂടെ കാണിക്കുന്നത്. यहाँ ऐसी सामाजिक व्यवस्था की आलोचना की गई है कि जो गरीब लोग अपनी അധികാരവും से वंचित है. അവരുടെ അധികാരങ്ങളാൽ അവർക്ക് ലഭിക്കുന്നില്ല, അവർ വളരെ പ്രതിസന്ധികളാൽ അവർ ജോലിയെടുത്ത് ജീവിക്കുന്നു. कविता का संदेश है कि समाज में संघर्ष करने वाला की स्थिति को बदलने की आवश्यकता है. സമൂഹത്തിൽ ഇങ്ങനെ അനുഭവിക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥയെ മാറ്റണമെന്നാണ് കവിതയുടെ ഒരു മുഖ്യ കവി വെളിപ്പെടുത്തുന്ന ആശയം. കവിത മേ ലഡ്കിയോं के संघर्ष को दिखाकर नारी शक्तिकरण की आवश्यकता पर बल जाती है. ഇവിടെ പെൺകുട്ടികളുടെ ദുരിതങ്ങളെല്ലാം മാറ്റണം, പെൺകുട്ടികൾ ഒരു മുൻനിരയിൽ എത്തണമെന്നെല്ലാമാണ് കവി ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. ഇത്രയുമുള്ളൊരു ചെറിയ വളരെ കവിത തന്നെയാണ് നമ്മളുടെ സിലാബീനത്തിൽ ലഡ്കിയ എന്നത്. അപ്പോൾ താങ്ക് യു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം.